ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മാതാപിതാക്കളുടെ മുമ്പിൽ കാരുണ്യത്തിൻ്റെ വിനയത്തിൻ്റെ ചിറക് നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണേ. കൂട്ടുകാരുടെ മുമ്പിൽ എന്ത് പറഞ്ഞു? ചിറക് താഴ്ത്തിക്കൊടുക്കണേ. ഖുർആൻ്റെ ഒരു പ്രയോഗമാണ്, ഞാൻ ആയത്ത് പറയാം. കൂട്ടുകാരുടെ മുമ്പിൽ, അസ്ഹാബിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അഹങ്കാരം നടിക്കരുത്. അങ്ങനെ നമ്മളൊരു വലിയ ആളാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, ഞാൻ പഠിച്ച് ഡിഗ്രിയൊക്കെ ഉള്ള ആളാണ്, നീ നാട്ടിലൂടെ നടന്ന 4ാം ക്ലാസ്സും കുസ്തിയല്ലേ ഉള്ളൂ, അങ്ങനെയൊന്നൊരു അഹങ്കാരം ഒരു കൂട്ടുകാരനോട് കാണിക്കരുത്. ചിലതൊക്കെ ചില നിയോഗങ്ങളാണ്, അള്ളാഹുവിൻ്റെ ചില രീതിയുണ്ട്. ലോകത്ത് ഒരു നാട്ടിലെല്ലാം, ഇപ്പോൾ കള്ളാറിലെല്ലാവരും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ആണെന്ന് വിചാരിക്കുക. ഇവിടെ വേറെ പല പണിയും ചെയ്യാൻ ആൾ വേണ്ടേ? ആര് ചെയ്യതൊക്കെ? ചില ആളുകൾക്ക് അള്ളാഹു ചില നിയോഗങ്ങൾ കൊടുക്കുകയാണ്. എല്ലാവരും വിചാരിച്ച പോലെ ആവില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ അറിവുണ്ട്, ലോകപരിചയമുണ്ട്, പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ആരും ആരോടും ഒരു അഹങ്കാരവും കാണിക്കാൻ പാടുള്ളതുമല്ല. ഖുർആൻ പറയുന്നത് നോക്കണേ, വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. പുന്നാര നബിയേ, വിശ്വസിച്ചവരായ മുസ്ലിമീങ്ങളായ അനുയായികളായ അങ്ങയുടെ സഹോദരങ്ങൾക്ക് നബിയെ അങ്ങയുടെ ചിറക് താഴ്ത്തിക്കൊടുക്കണം. ചിറക് താഴ്ത്തിക്കൊടുക്കണം, അതൊരു വിനയമാണ്. പറക്കുന്ന സാധനമാണത്. പറക്കുന്നില്ല, താഴെയാണ്, ഞാൻ മണ്ണിലാണ്, ഞാൻ ആരുടെയൊക്കെയോ മേലെ പറക്കല്ല, ഞാൻ താഴെ തന്നെയാണ് എന്ന് നബിയെ അങ്ങയുടെ സ്വഹാബികളോട് അങ്ങ് ചിറക് താഴ്ത്തേണമേ. തങ്ങളത് താഴ്ത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തരാണത്. ചിറക് താഴ്ത്തണേന്നേ പറഞ്ഞുള്ളൂ. മാതാപിതാക്കളുടെ വിഷയത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി. ജനാഹ എന്ന് മാത്രം പറഞ്ഞു. ജനാഹക, കൂട്ടുകാരോട് ചിറക് താഴ്ത്തണം. മാതാപിതാക്കളുടെ മുമ്പിലോ നിന്ദ്യമായ നിസ്സാരമായ നിന്ദ്യതയുടെയും നിസ്സാരതയുടെയും ചിറകുകൾ, വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചിറകുകൾ, നീ നിസ്സാരനാണ് എന്ന മട്ടിൽ നിന്റെ ചിറകുകൾ മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങൾ താഴ്ത്തിവെക്കണമേ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, കൊച്ചുനാളിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എൻ്റെ മാതാവിനോടും പിതാവിനോടും റബ്ബേ നീ കരുണ കാണിക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ നബിയെ, അനുയായികളോട് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. സൂറത്തുൽ ഇസ്രാ. നിസ്സാരതയുടെ ചിറക്, നിന്ദ്യതയുടെ ചിറക് തരും. മക്കളൊക്കെ നല്ല ഇംഗ്ലീഷ് പറയും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഫുള്ള് സായിപ്പന്മാരുടെ ഇംഗ്ലീഷല്ലേ. വാപ്പമാരൊരു പക്ഷേ ABCD അറിയാത്തവരായിരിക്കാം, അവർക്ക് അങ്ങനെയൊന്നും വല്ലാണ്ട് പഠിക്കാൻ പറ്റിയില്ലായിരിക്കാം. സിബ്ലിങ്സ് സംസാരിക്കുമ്പോഴേ അവർ പല ജോക്കും പല തമാശയും പറയും. പക്ഷെ അതൊന്നും ഒരുപക്ഷെ ക്യാച്ച് ചെയ്യാൻ മാതാപിതാക്കൾക്ക് അത്ര അറിവുണ്ടാവില്ല. അപ്പോൾ സ്വന്തം വാപ്പയെ കാണുമ്പോഴേ വാപ്പയല്ല എന്ന് പറയേണ്ടി വരും. ഉമ്മക്ക് ഒരു തരി ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ മക്കളെന്നെ പറയും, ഉമ്മ പാരൻസ് ഈവനിങ്ങിൻ്റെ റിപ്പോർട്ട് കാർഡ് തരുന്ന ദിവസമാണ്, പക്ഷെ നിങ്ങൾ വരണ്ട കേട്ടോ, ഞാൻ എത്താതെ കൂട്ടി പോയിക്കോളാം. എന്തിനാ? താത്തക്ക് ഇംഗ്ലീഷ് അറിയുമല്ലോ, ഉമ്മക്കത് അറിയില്ലല്ലോ, അപ്പോൾ ടീച്ചർ മുമ്പിൽ കുറവായിപ്പോണ്ടാന്ന് എന്ന് മക്കൾ പറയുന്ന ഒരു കാലമാണിത്. അങ്ങനെയാണെങ്കിലും സത്യസന്ധമായി ടീച്ചർ പറയുന്നത് ഉമ്മക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ടീച്ചർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെങ്കിൽ ആ തർജ്ജമ ചെയ്ത് കൊടുക്കണം മക്കൾ, ഉമ്മയ്ക്കും ഉപ്പയ്ക്കും. ആ ഉമ്മക്കും ഉപ്പക്കും ഒരു നിമിഷം പോലും തോന്നിപ്പോകരുത് എൻ്റെ മക്കൾക്ക് ഞാനൊരു പോരാത്തവനായി മാറിയല്ലോ എന്ന് തോന്നാനിടവരുത്തരുത്. ഇത് പഠിപ്പിക്കുകയാണ്. ഇതൊന്നും സ്കൂളിൽ പോയാൽ കിട്ടൂല. ഈ പഠനം നിങ്ങൾക്ക് കോളേജിൽ കിട്ടൂല. ഞാനീ പറയുന്ന ആശയം ഒരു സിലബസിലും നമുക്ക് പഠിക്കാൻ കഴിയില്ല, ഇസ്ലാമിക സിലബസിലൊഴികെ, മതങ്ങളുടെ സിലബസിലൊഴികെ. ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണിത്. നിങ്ങളുടെ കരുണയുടെയും നിസ്സാരതയുടെയും ചിറകുകൾ നിങ്ങൾ താഴ്ത്തിവെക്കേണ്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിലാണ്. ഇത്ര മനോഹരമാണ് ആ പ്രയോഗം. فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما. ഇഷ്ടമായില്ല എന്ന ഒരു
ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ പറയുന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു ശബ്ദം. അതാണ് അറബിയിൽ ഉഫ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ഉഫ് എന്നും പറയാറില്ല. നമ്മൾ എന്താ ഇത് ഛേ എന്ന വാക്ക് പോലും അങ്ങനെ മദ്രസയിൽ പഠിപ്പിക്കുക അല്ലേ? ഛേ എന്ന് അങ്ങനെ പറയാറുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഒരു വെറുപ്പ് അറിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്വരം, അത്രേ അതിനർത്ഥമുള്ളൂ. അതുപോലും നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു പോകല്ലേ. വലാ തൻഹറുഹുമാ, നിന്റെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടരുതേ. ഒരാഗ്രഹം പറഞ്ഞു വരുമ്പോൾ അത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുമായിരിക്കെ ചെയ്യാതിരിക്കരുതേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, സോഫ്റ്റായ മൃദുലമായ കരുണയുടെ വാക്കുകളാണ് നിന്റെ മാതാപിതാക്കളോട് പറയേണ്ടത്. നോക്കണം, ഒതുടുക്കൽ എങ്ങനെയാന്ന് ഖുർആൻ വിശദീകരിച്ചോ എന്ന് ചോദിച്ചാൽ വിശദീകരിച്ചിട്ടില്ല. നിസ്കാരം എങ്ങനെയാ ഖുർആൻ വിശദീകരിച്ചോ? അത് ഹദീസ് പറഞ്ഞുതരും വ്യക്തമായിട്ട്. സക്കാത്ത് കൊടുക്കണമെന്നേ പറയൂ, അത് എത്രയാ കൊടുക്കേണ്ടത് അത് ഹദീസിൽ തങ്ങളെ പറഞ്ഞുതരാ സുള്ളത്. ഹജ്ജ് ചെയ്യണമെന്നേ പറയുള്ളൂ, ഹജ്ജിന്റെ ഫറളുകൾ എങ്ങനെയാണ്, അതിന്റെ രീതി ഏതാ, അത് തങ്ങളാ പറഞ്ഞുതരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മാതാപിതാക്കളോട് എങ്ങനെയാ പെരുമാറേണ്ടത് എന്ന് എത്ര ആയത്തുകളിലാ ഖുർആൻ ചർച്ച ചെയ്തത്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه